ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് പണക്കാരനാകാൻ സാധിക്കുമോ? സാധിക്കും. പിന്നെന്താ നമ്മളൊന്നും അങ്ങനെ ആകാത്തത്? പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒരു സ്ട്രാറ്റജി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. അതേ സ്ട്രാറ്റജി നമ്മളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്കും അത് സാധിക്കും. ദിസ് ഈസ് ആൻ ഐ ഓപ്പണർ വീഡിയോ. പ്ലീസ് ഡോണ്ട് സ്കിപ്പ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് 100 കണക്കിനുണ്ട്. ഇവ യൂസ് ചെയ്ത് ആയിരക്കണക്കിന് സ്ട്രാറ്റജീസും ഉണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടെക്നിക്കൽ സ്ട്രാറ്റജി അല്ല, പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു റിയൽ ലൈഫ് സ്ട്രാറ്റജി അഥവാ പ്ലാൻ. ഒരു പ്രൊഫഷണൽ ട്രേഡറിൻ്റെ മന്ത്ലി ടാർഗറ്റ് 4% ആണ്. അതായത് ആഴ്ചയിൽ 1% അവരുടെ ലക്ഷ്യം. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു ട്രേഡർ ഇൻവെസ്റ്ററായിരുന്നു ശ്രീ രാകേഷ് ജുൻജുൻവാല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സ്ത്രീ എത്തിയിട്ട് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു, അടുത്ത വർഷം എൻ്റെ മകളുടെ കല്യാണമാണ്, ഇതൊന്ന് ഡബിൾ ആക്കി തരണം. അദ്ദേഹം പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. അദ്ദേഹം അതിന് റീസൺ പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരു വർഷം ഒരു 30, 35, 36% മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അതായത് അദ്ദേഹത്തിൻ്റെ മന്ത്ലി ആവറേജ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 3% ആയിരുന്നു. നമുക്ക്, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സ് അഥവാ ബിഗിനേഴ്സിന് മന്ത്ലി 2% വയ്ക്കാൻ ടാർഗറ്റ്. അതായത് ആഴ്ചയിൽ 0.5%. ഉദാഹരണത്തിന് നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ 1 ലക്ഷമാണെന്നിരിക്കട്ടെ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, സ്ട്രാറ്റജി, പൊസിഷൻ സൈസിങ്, റിസ്ക് മാനേജ്മെൻറ്റ് എന്നിവ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ 1 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്താൽ ആഴ്ചയിൽ 500 രൂപ സ്റ്റോക്ക് മാർക്കറ്റ് തരും. അതായത് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് മാസത്തിൽ 2000 രൂപ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. 24,000 രൂപ ഒരു വർഷം പ്രോഫിറ്റായി. ഞാൻ കണക്ക് കൂട്ടാനുള്ള സൗകര്യത്തിന് 25,000 ആക്കി കൂട്ടിക്കോട്ടെ. അതായത് ഒരാഴ്ചയിൽ 1 ലക്ഷം രൂപ ട്രേഡിംഗ് ക്യാപിറ്റൽ വെച്ച് 521 രൂപ പ്രോഫിറ്റ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് തരും. ഇതേ രീതിയിൽ അച്ചടക്കത്തോടുകൂടി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ 4 വർഷം കൊണ്ട് ഇരട്ടിയാകും. അതായത് 4 വർഷം കൊണ്ട് നമുക്ക് 2 ലക്ഷം രൂപയായിട്ട് നമ്മുടെ ക്യാപിറ്റൽ വളരും. വീണ്ടും ഇതേ ഡിസിപ്ലിനോടുകൂടി നമ്മൾ 2 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നു. വീണ്ടും 4 വർഷം, അതായത് അപ്പോഴത്തേക്ക് 8 വർഷമായി. വീണ്ടും 4 വർഷം ആകുമ്പോഴത്തേക്കും 8 വർഷം ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ 2-ൽ നിന്ന് 4 ലക്ഷം ആവും. പിന്നെ വീണ്ടും നമ്മൾ 4 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുന്നു ഇതേ ഡിസിപ്ലിനോടുകൂടി. 12 വർഷം ആകുമ്പോഴത്തേക്കും 4 ലക്ഷം എന്നുള്ളത് 8 ലക്ഷമായി മാറും. അപ്പോഴത്തേക്കും നമുക്ക് 12 വർഷത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ആയി. വീണ്ടും നമ്മൾ ഇതേ ഡിസിപ്ലിനോടുകൂടി തുടരുന്നു. 16 വർഷം ആകുമ്പോഴത്തേക്കും 16 ലക്ഷം, 20 വർഷം ആകുമ്പോൾ 32 ലക്ഷം, 24 വർഷം ആകുമ്പോൾ 64 ലക്ഷം, 28 വർഷമാകുമ്പോൾ 1.25 കോടി, 32 വർഷമാകുമ്പോൾ 2.5 കോടി, 36 വർഷമാകുമ്പോൾ 5 കോടി, 40 വർഷമാകുമ്പോൾ 10 കോടിയാകും നമ്മുടെ ക്യാപിറ്റൽ. ഇപ്പോൾ എന്ത് തോന്നുന്നു? നമ്മൾ തുടങ്ങിയത് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചാണ്. നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഒരാഴ്ചയിൽ വെറും 521 രൂപ മാത്രമായിരുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റ് തരും. ഇതാണ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഫോളോ ചെയ്യുന്ന റിയൽ ലൈഫ് സ്ട്രാറ്റജി അഥവാ ട്രേഡിംഗ് പ്ലാൻ. യൂത്തിന് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർ ചിന്തിക്കുന്നുണ്ടാവും, ഇനിയൊരു 40 വർഷം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നമ്മുടെ നാട്ടിൽ 75, 100, 125 വർഷങ്ങളുടെയൊക്കെ പാരമ്പര്യമുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ലേ? ആ സ്ഥാപനങ്ങളുടെ മുതലാളിമാർ പോർഷയും ജാഗ്വാറും പോലുള്ള ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത്. അവരുടെ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചുവരിൽ പവിത്രമായ രീതിയിൽ ഒരു വലിയ ചിത്രം വെച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ 100ഉം 125ഉം വർഷങ്ങൾക്ക് മുമ്പേ ഈ സ്ഥാപനം സ്വപ്നം കണ്ട ഒരു ദീർഘദർശിയായ മഹാന്റെ ചിത്രം. അദ്ദേഹം ചിലപ്പോൾ തെരുവുകൾ തോറും നടന്നോ സൈക്കിളിലോ മറ്റോ ആയിരിക്കാം ഈ ബിസിനസ് ആരംഭിച്ചത്. നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഇതുപോലൊരു സ്ഥാപനവും നമുക്ക് ഇതുപോലൊരു സ്ഥാനവും കിട്ടും. ജസ്റ്റ് ഫോളോ ദിസ് റിയൽ ലൈഫ് സ്ട്രാറ്റജി. താങ്ക് യു.